അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കൽമാസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മലപ്പുറത്ത് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കൽമാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 300 ഗ്രാം ബോൺസൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, വെളുത്തുള്ളിയുടെ പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മിനിമം വെക്കാം. 1/2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് മിനിമം വെക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് നമുക്കിത് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പ്രത്യേക ഓയിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഒരു അടുപ്പത്ത് ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതുപോലെ കൊത്തി ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ അതിലോട്ട് ആവശ്യത്തിൽ കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഈ സമയത്ത് ഞാൻ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് 2 പെട്ടെന്ന് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സവാള ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് നമുക്കിതിലോട്ട് തുറന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി നോക്കിയിട്ട് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നോമ്പിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതിലോട്ട് ഒരു വലിയ പച്ചമുളകായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിന് കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ചിക്കനിലെല്ലാം ഇട്ടതാണല്ലോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത് ഒക്കെ 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലപ്പൊടിയുടെ ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മുറിച്ച ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, വലുതൊന്നും വേണ്ട, ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉള്ള മസാലകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തക്കാളി ചേർക്കാറില്ല. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ തക്കാളി ചേർക്കാറുണ്ട് കേട്ടോ. കട്ട്ലറ്റ്, ചിക്കൻ റോള്, അതിനൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ തക്കാളി ചേർക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മാവിലോട്ട് വേണ്ട തേങ്ങ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 3 പിടി തേങ്ങ, അതായത് ഒരു 1.5 കപ്പോളം വരും തേങ്ങയും, അതുപോലെ തന്നെ 10-15 ചുവന്നുള്ളിയും, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നന്നായി അരയേണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒതുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. റവയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവിന് നല്ലൊരു ഇത് കിട്ടും, കുറച്ച് തരിയും കൂടി ഉണ്ടാകുമ്പോൾ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങല്ലരി തിളച്ച വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കുതിർത്തിട്ട് അരച്ചിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഈ ചിക്കനിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തത്.
അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഈ മാവിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഉതിർത്തുന്നത് പോലെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഉതിർത്തി കൊടുക്കാം. അതിന് ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമല്ല, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. നൂൽപുട്ടിനൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ പോരാ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കെറ്റിൽ ഓഫായ ഉടൻ തന്നെ ഇതിലോട്ട് ഒഴിക്കുക. ഇനിയിപ്പോൾ പാനിലിട്ട് ചൂടാക്കുകയാണെങ്കിൽ പാൻ എന്നിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഓഫാക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുക. ഇനി വെള്ളം ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം ഇതിലോട്ട് ഒഴിക്കട്ടോ. അപ്പോൾ അത്രയും പറയുന്നത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത ചിക്കന് ഇപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ മസാലയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം, ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചത്, അത് ഞാനിപ്പോൾ നമ്മുടെ പത്തിരി മാറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും, അധികം സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് ഷേപ്പാക്കുന്ന സമയത്ത് നന്നായിട്ട് ഷേപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ഉണങ്ങിയ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറേ മോൾഡുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ ഉന്നക്കായുടെ ഷേപ്പിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഉന്നക്കായുടെ ഷേപ്പിൽ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിന്നെ മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കയ്യിൽ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ ഓരോരോ ബോൾ എടുത്തിട്ട് പരത്തി വെക്കുക. അപ്പോൾ ഞാൻ എല്ലാം ബോളുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഓരോരോ ബോൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഷേപ്പാക്കാം എന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയിട്ട് നമുക്കിതുപോലെ നീളത്തിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് മടക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഉന്നക്കായുടെ ഷേപ്പ് ചെയ്യാൻ നല്ല ഈസിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. എന്നിട്ട് ഇതുപോലെ ഒന്നുകൊണ്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിൽ പെട്ടെന്നായി കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനും എളുപ്പമാണ്, നമുക്ക് കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മറ്റിലേറെ കൂടുതലൊക്കെ ആയിട്ട് വേറെ ഇത് ഷേപ്പിൽ ചെയ്യുന്നില്ലേറെ ഫില്ലിങ് ഇതിൽ കൊള്ളും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫില്ലിങ് കൂടുതൽ കൊള്ളുന്നത് കൊണ്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-6 നമുക്കിനി ഇതിൽ ഒരു സ്റ്റീമറിലോട്ട് വെച്ചിട്ട് അതിൽ വായിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ളതും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ടയറിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ ബോൾ പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ഷേപ്പുള്ളതുണ്ടല്ലോ, ടയറിൻ്റെ ഷേപ്പുള്ള, അതിലിട്ടിട്ട് ഈ മോൾഡിലിട്ടിട്ട് ഒന്ന് വലിച്ചാൽ മതി. എളുപ്പമുണ്ട് പരിപാടി. പക്ഷേ ഇതിലൊക്കെ അധികം ഫില്ലിങ് കൊള്ളൂല കേട്ടോ, കുറച്ച് ഫില്ലിങ്ങൊക്കെ കൊള്ളുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റേ ഉന്നക്കായുടെ ഷേപ്പിൽ കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു ഇത്. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പം ഉന്നക്കായുടെ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു എല്ലാ ഷേപ്പിലും ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാക്കിയപ്പോഴത്തേന് ഇവിടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ടയറിൻ്റെ ഷേപ്പിൽ ഇവിടെ 5-6 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ പെട്ടെന്ന് കഴിയും. ഒരു ബാച്ച് ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇതൊരു 30 ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൽമാസ് ഈ ഒരു അളവിൽ ഒരു 30 ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി 15 മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അളവിലെടുത്താൽ മതി എല്ലാം. ഇനിയിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് ആദ്യം കുറച്ച് ഫില്ലിങ് വെച്ച് മാവ് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ എൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ഇത് റെഡിയായി, സ്റ്റാർ പോലത്തെ ഉള്ളത്. പക്ഷേ ഇതിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതന്നെ മതിയാവും. ഇതുപോലെ തന്നെ ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബോളിൽ നിന്ന് പകുതി എടുത്തിട്ട് അടിയിൽ വെച്ചിട്ട് അതിന് മേലെ ഫില്ലിങ് വെച്ചിട്ട് ബാക്കി പകുതി മുകളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റീം ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മസാല തേച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ബൗളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഇതിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ മസാലയിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ മസാലയിലോട്ടോ ഇട്ട് കൊടുത്താൽ മതി. ഞാനത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ആഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ മല്ലിയിലയുടെയും ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ കൽമാസിന്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ആവിൽ വേവിച്ച സമയത്തും ഇത് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു മസാലയുടെ ഒരു കോട്ടിങ് നമ്മുടെ ഈ പുറത്തുള്ള മാവിൽ കിട്ടുന്നു മാത്രം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയേ. റമദാൻ മാസത്തിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.